ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു സോഫ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കൗച്ച് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ റീസണബിൾ റേറ്റിന് കിട്ടുന്ന ഒരു കടയിൽ ഞങ്ങൾ വന്നത്. കൂടുതൽ ചൈനീസ് പ്രോഡക്റ്റാണ് കേട്ടോ, ഫുള്ള് ചൈനീസ് പ്രോഡക്റ്റാണ്. അവർ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ആണെന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക്, ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതും പുതിയ വീട് എടുക്കുന്ന ആൾക്കാർക്കൊരു പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് നിങ്ങൾ വന്ന് നോക്കുക. ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ നിങ്ങൾക്കൊരു സോഫ എടുക്കാൻ പറ്റും. പിന്നെ റിക്ലൈനറുകളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് റിക്ലൈനറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. വാ, നമുക്ക് കാണിച്ചു തരാം കുറേ കാര്യങ്ങൾ. വാ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഐ ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു കടയിലാണ്. ഇത് ടോട്ടലി ചൈനീസ് ഷോപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫർണിച്ചർ ചീപ്പായിട്ട് കിട്ടുന്നൊരു കടയാണ്. ഒരുപാട് ചീപ്പൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് അത്യാവശ്യം. നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ട കുറേ കൗച്ചുകൾ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ റേറ്റ്. ഏകദേശം വരുന്നത് $799 കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ 2 സീറ്ററാണ്. അപ്പം ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു ഇവിടെ. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അതേ ജിയോ ഇരിക്കുന്നത്. ജിയോ എങ്ങനെയുണ്ട് സോഫ ഇരുന്നിട്ട്? ഇപ്പം നമ്മൾ എടുത്തൊരു സോഫ ഇതാണ് കേട്ടോ. ഇപ്പം ഒരു വലിയ കുഴപ്പമില്ല, റീസണബിൾ റേറ്റ് അല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൈനീസ് ആണ് പ്രൊഡക്റ്റ്. ചൈനീസ് അതെ, 50,000 രൂപ അല്ലേ? ആ വലിയ കുഴപ്പമില്ല അത് റേറ്റ് എന്ന് പറയാം. ഇതും സെയിം റേറ്റ് അല്ലേ? ഇതും സെയിം റേറ്റ് അല്ലേ? 999. 50,000 നാട്ടിലൊരു 50,000 രൂപ കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കല്ലേ, ഇപ്പോൾ പുതിയതായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നല്ലേ, പുതിയ വീട് എടുക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ വലിയ സോഫ വേണ്ടാത്തവർക്കും കുഴപ്പമില്ല അല്ലേ? ഇവിടെ അത്യാവശ്യമായിട്ടുള്ള സോഫകളുണ്ട് കേട്ടോ. ഇതുണ്ട് 2 സീറ്റർ ഉണ്ടോ? 2 സീറ്ററിൻ്റെ ഇതേ ഈ റേറ്റാണ് കേട്ടോ, 799. ഇത് ഇത്തിരി കൂടുതലാണ് കേട്ടോ നിങ്ങൾക്ക്. റിക്ലൈനറാണ് കേട്ടോ. റിക്ലൈനർ എല്ലാം ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ അല്ലാണ്ട് മാനുവലായിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നുണ്ട്. എല്ലാം ചൈനീസാണ് കേട്ടോ പ്രോഡക്റ്റ്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ സാധനങ്ങൾ ഇത് ചെയ്തു, ഇരുന്നൊക്കെ നോക്കിട്ടോ. നല്ല രസമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ ഇത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട പുറകിലേക്ക് ശരിക്കും പറഞ്ഞാൽ നീങ്ങൂട്ടോ. അപ്പോൾ ബാക്കും ശരിക്കും ബാക്കിലേക്ക് ശരിക്കും കണ്ടോ കിടക്കാൻ പാകത്തിനായി. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെയൊക്കെ ഒരു റിക്ലൈനർ, ഇപ്പോൾ ഹാർവേ നോർമാൻ ഇവിടുത്തെ ഒരു ഫേമസ് ഷോപ്പാണിത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മേടിക്കാൻ നോക്കി ഒരുപാട് റേറ്റ് ആകും. അപ്പോൾ ഇതുപോലെ ചൈനീസ് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചീപ്പായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടും. പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന സംഭവങ്ങൾ വരെ കിട്ടും ഇതിൽ. പിന്നെ USB ചാർജറുള്ളതുണ്ട്. ഈ കാണുന്ന സെക്ഷൻ മുഴുവനും ശരിക്കും റിക്ലൈനറാണ് കേട്ടോ ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് കണ്ടോ, 739. 2 റിക്ലൈനറിനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് മൊബൈൽ, ഞാൻ പറഞ്ഞ മാതിരി മൊബൈൽ ചാർജ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ, അതെ ഇവിടെ നമ്മൾ മൊബൈൽ വെച്ച് കൊടുത്താൽ മതി, ചാർജ് ആയിക്കോളും. അപ്പോൾ അതിൻ്റെ കണക്ഷനൊക്കെ അവർ വിടിയിച്ചിട്ടേക്കാണ് കേട്ടോ. അത് കാരണം ഞങ്ങൾ ചെക്ക് ചെയ്തില്ല. ഇത് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ ഒരെണ്ണം നമുക്ക് കാണാൻ പറ്റും. ഇത് ഞങ്ങൾ ആദ്യം നോക്കിയതാണ്, പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. ഇത് നല്ലൊരു സോഫയാണ് കേട്ടോ നമുക്ക് കാണുന്നത്. 899 ഒരു സോഫ സെറ്റാണ് ഇത്. രണ്ടും സെയിം റേറ്റാണ്. ഈ കളർ രണ്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ മാർക്കറ്റ് പ്ലേസിലൊക്കെ കാണാറുണ്ട് ഏകദേശം $500 കിടക്കുന്നു. പക്ഷെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു EMI ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ EMIയും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അത് സിപ്പ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി നമ്മുടെ മൊബൈലിൽ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിപ്പ് പേയ്മെൻറ്റ് അതാണ് സിപ്പ് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നുണ്ടാവും ടേബിളിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി EMI ആയിട്ട് നിങ്ങൾക്ക് അത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഇത്തിരി കൂടിയതല്ലേ? റെക്സിനുള്ള സോഫകളുണ്ട്. ഈ റെക്സിനുള്ള സോഫ ഞങ്ങൾ നോക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്സിൻ നമുക്ക് തണുപ്പ് സമയത്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിരിക്കാൻ പറ്റില്ല. പിന്നെ അതിലെന്തെങ്കിലും നമ്മൾ തുണി എന്തെങ്കിലും ഇട്ടിട്ട് വേണം ഇരിക്കാൻ.
ഇത് കണ്ട പല ടൈപ്പിലുള്ള ചെയേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. റീസണബിൾ റേറ്റ് ആട്ടോ, $199 ഏകദേശം. ഇത് കണ്ട ഇത് രണ്ടും $199 ആണ് കേട്ടോ. $199 ചെയറുകൾ. ഇത് $199 ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ $199 ആണത്. അവിടെ അതുപോലത്തെ കുറേ ചെയറുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് ഇതിൽ മേടിക്കണേക്കാളും നല്ലതല്ല, ഇവിടെ നിന്ന് മേടിക്കാവുന്നുള്ളൂ. അത്ര ഒരുപാട് റേറ്റ് തോന്നുന്നില്ല. ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. അതിനെത്രയാ? കൊള്ളാം. അതിനെത്ര റേറ്റ്? $199 ഉള്ളൂ. അപ്പോൾ കണ്ടോ പല ടൈപ്പിലുള്ള ഇതുണ്ട് കേട്ടോ. സുഖമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? ഇതിൻ്റെ റേറ്റ് ഉണ്ടോ? ഇതിൻ്റെ റേറ്റ് $229 ആണ് എല്ലാത്തിനും. ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാം വീണ്ടും ടേബിളുകളാണ് കേട്ടോ. ഡൈനിങ് ടേബിൾസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഡൈനിങ് ടേബിളിൻ്റെ റേറ്റുകളും ഒരുപാട് വില കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം ഇതുണ്ടോ $759 ആണ് ഈ ടേബിളിന്. നമുക്ക് റീസണബിളായിട്ട് മേടിക്കാവുന്ന ചെയറുകളുണ്ട് കേട്ടോ. ചെയറും ഈ ടേബിളിന് $699 ആണ്. ഇതിന് $299 ആണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു ടേബിളാണ് കേട്ടോ അത്. ഇതാണോ എല്ലാത്തിൻ്റെയും റേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ഞാൻ ഏകദേശം റേറ്റുകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. $549 ഈ ടേബിളിൽ കേട്ടോ. ഒരു പ്രത്യേക ടേബിളാണ്. സെൻറ്ററിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ടേബിളാണ് കേട്ടത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതുണ്ട് ഒരു ചെയറാണ് കേട്ടോ. $99 ഒരു ചെയറാണ്. ഒരുപാട് വെറൈറ്റി, ഒരുപാട് വില വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരുപാട് വിലയുള്ളതുകൊണ്ട് വില കുറഞ്ഞതുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നമുക്കൊരു 2 വർഷം 3 വർഷമൊക്കെ യൂസ് ചെയ്യാവുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇതുണ്ടോ ഇത് $460 ആണ് ഈ ടേബിൾ. ഈ ടേബിൾ മാത്രമാണ്. ഈ ചെയറിന് പ്രത്യേക റേറ്റ് ഇതുണ്ടാവും കേട്ടോ. ഇതുണ്ടോ ഈ ബെഞ്ചിന് $239 ആണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പാടില്ല. ഒരു സൈഡിൽ ചിലപ്പോൾ ഈ ബെഞ്ച്, ഒരു സൈഡിൽ ചെയർ നമ്മളിട്ട് കൊടുക്കാറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്റ്റൈല്. ഇതുണ്ടോ $699 ആണ് ഈ ഒരു ടേബിൾ കേട്ടോ. അപ്പോൾ ഓരോന്നിനും കണ്ടാ $289 ഉള്ളൂ കേട്ടോ. നല്ലൊരു ടേബിളാണ് കേട്ടോ അത് കാണാൻ. ഇതിൻ്റെ ഈ ചെയറിൻ്റെ വില $75 ആണ് ഈച്ച്. അങ്ങനെയാണ്. അപ്പോൾ എത്ര ചെയർ വേണോ അത്ര മേടിക്കുക. കുറഞ്ഞ ചെയറൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇത് കണ്ടിട്ട് ഇവിടുന്ന് തന്നെ ഇത് മേടിക്കണമെന്നില്ല, അങ്ങനെയും കിട്ടും നമുക്ക്. ഇതുണ്ട്. പിന്നെ ഡെലിവറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എടുത്തു കഴിഞ്ഞാൽ ഡെലിവറി ഉണ്ട്. ഇപ്പം ഞങ്ങൾ എടുത്തേക്കുന്നത് ഏകദേശം 1400 എബോയാണ്. അപ്പോൾ അതൊരു റിക്ലൈനറും എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെലിവറി ചാർജ് ഒരു $50, $1500 മുകളിലാണെങ്കിൽ ഫ്രീ എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഇത്. പിന്നെ ഇവിടെ ഷൂ റാക്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചെയറുകൾ, പിന്നെ നമുക്ക് താഴെ ഇടുന്ന മാറ്റുകളുണ്ട്. ഇതൊക്കെ വന്ന് നോക്കുക കേട്ടോ നിങ്ങൾ. ഞാൻ കണ്ടപ്പോൾ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇത് കണ്ടോ ഈ ഒരു ഇതിന് കബോർഡിന് $189 ആണ്. ഗ്ലാസിൻ്റെ ആണെന്നുള്ളൂ. ഇത് കണ്ടോ $399. പിന്നെ അവരൊരു വാറണ്ടിയും കൂടെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. 1 ഇയർ വാറണ്ടിയും കൂടെ അവർ നമുക്ക് തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടത് എൻ്റെ ഷൂ റാക്ക് കാണാൻ വേണ്ടി ഒന്ന് പോയതാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ ബെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രെയിമിൻ്റെ വില കണ്ടോ കേട്ടോ. ഫ്രെയിമിന് ഏകദേശം $299. നാട്ടിലുള്ളവർ ഈ ഫ്രെയിം കണ്ട് ഞെട്ടണ്ട കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. ക്രോസായിട്ട് വുഡിൻ്റെ ഇത് കൊടുക്കുകയുള്ളൂ, പാനൽ കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ബെഡ് ഇടുകയുള്ളൂ. ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നും ഇവിടെ ഉണ്ടാക്കില്ല. എപ്പോഴും വേണമെങ്കിലും അഴിച്ചെടുത്ത് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ ഇവിടെ ഒരു ബങ്കർ ബെഡ് കണ്ടുട്ടോ. ഞാൻ ബങ്കർ ബെഡിന് ഏകദേശം $249 ഉള്ളൂ. താഴെയുണ്ട്. ഇത് ശരിക്കും മെറ്റലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ താഴെ മുകളിൽ നമുക്ക് ബെഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിടക്കാൻ പാകത്തിനുള്ളതാണ്.
അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ബെഡിനും വലിയ റേറ്റുകളൊന്നുമില്ല. ആദ്യമായിട്ട് വന്നവർക്ക് വേണമെങ്കിൽ അത്യാവശ്യം കാശുള്ളവർക്കൊക്കെ വരുന്ന വഴിക്ക് തന്നെ മേടിക്കാം, അല്ലെങ്കിൽ കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് വീട് മാറണം തോന്നി അപ്പോഴും മേടിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അത്യാവശ്യം ഫർണിച്ചറിൻ്റെയൊക്കെ വിലകളും കാര്യങ്ങളും. ഇതാണ് ഇതൊരു നല്ല ഒരു ബെഡാണ് കേട്ടോ. ബെഡിനൊക്കെ ഒരുപാട് റേറ്റ് ഒന്നുമില്ല, ഭയങ്കര റേറ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഹാർവി നോർമാനിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റുള്ള ഇതാണ് മേടിക്കുക. അതിന് സ്റ്റാൻഡേർഡ് ഉണ്ടാവും കേട്ടോ, അതിൻ്റേതായ ക്വാളിറ്റിയും ഉണ്ട് അതിന്. ഇതൊരു ചൈനീസ് പ്രോഡക്റ്റാണ്, അത് ഉദ്ദേശിച്ച് തന്നെ വരിക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.